മക്കളെ, ഈ വർഷം കീമിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് എക്സാം എഴുതി ഈ വർഷം എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണിത്. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് യോഗ്യതാ പരീക്ഷയുടെ, അതായത് ഹയർ സെക്കൻഡറിയുടെ മാർക്കിൻ്റെ ഓൺലൈൻ സമർപ്പണം അല്ലെങ്കിൽ ഓൺലൈൻ സബ്മിഷനാണ് ഇപ്പം നടക്കുന്നത്. ആ നോട്ടിഫിക്കേഷനിലേക്ക് വന്നാൽ 2025 എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ, എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടികൾക്ക് മാത്രമാണ് ഇത് ബാധകം. അവർക്ക് യോഗ്യതാ പരീക്ഷയുടെ, അതായത് +2 രണ്ടാം വർഷത്തിലെ സെക്കൻഡ് ഇയറിൻ്റെ മാത്രം മാർക്കാണ്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ചേർത്തിട്ടല്ല, സെക്കൻഡ് ഇയറിൻ്റെ മാത്രം മാർക്കാണ്. ഏതിൻ്റെയൊക്കെയാണ്? മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്കുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് ce.kerala.gov.in എന്നുള്ള സൈറ്റിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ കാറ്റഗറിയിൽ മാത്സും ഫിസിക്സും നിർബന്ധമാണ്. എന്നാൽ കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവർ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിൽ ബയോടെക്നോളജിയുടെയും, ബയോടെക്നോളജി പഠിച്ചിട്ടില്ലെങ്കിൽ ബയോളജിയുടെയും മാർക്ക് നിങ്ങൾക്ക് ഈ കെമിസ്ട്രിക്ക് പകരം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനുള്ള സൗകര്യം ജൂൺ 2 വൈകിട്ട് 3 മണി വരെ മാത്രമാണ്. ഇങ്ങനെ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വെബ്സൈറ്റ് വഴി ഹയർ സെക്കൻഡറിയുടെ മാർക്ക് അല്ലെങ്കിൽ +2 മാർക്ക് സബ്മിറ്റ് ചെയ്യാത്ത കുട്ടികളെ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. അതായത് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ പ്രൊസീജിയർ നോക്കാം. നമ്മൾ കീമിൻ്റെ ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കീം 2025 എന്നുള്ളൊരു കാൻഡിഡേറ്റ് പോർട്ടൽ നിന്ന് ലിങ്ക് കാണാം. ആ ലിങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കാം. എന്നിട്ട് അവരുടെ ഹോം പേജിൽ കയറിയതിന് ശേഷം അവിടെ അവർക്ക് മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ മാർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ ബോർഡ് ഏത് ബോർഡിലാണ്, CBSE ആണോ സ്റ്റേറ്റ് ആണോ, അതൊക്കെ കൊടുത്ത് ഏത് ഇയറാണ്, രജിസ്റ്റർ നമ്പർ എന്താണ് എന്നൊക്കെ കൊടുക്കുമ്പോൾ കുട്ടിയുടെ +2 മാർക്ക് അത് ഇപ്പോൾ സ്റ്റേറ്റിൻ്റേതൊക്കെ ആണെങ്കിൽ, അതുപോലെ CBSEയുടേതൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കീമിൻ്റെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ അവിടെ അവൈലബിൾ ആണെങ്കിൽ, അതത് ബോർഡുകളുടെ ഡേറ്റ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെബ് പേജിൽ കാണാം. നിങ്ങൾ ഇയറും ബോർഡും രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽ അവിടെ കാണും. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന മാർക്ക് കറക്റ്റാണോ നോക്കുക. അത് ശരിയാവാം, ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാവാം. അത് ശരിയാണോ നോക്കുക. അത് ശരിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു കറക്ഷനും വരുത്താനില്ലെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന് മാത്രം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട, കാരണം ഓൾറെഡി നിങ്ങളുടെ ഡേറ്റ അവിടെ ഉണ്ട്. ആ ഡേറ്റ കറക്റ്റാണ്, വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന് കൊടുത്താൽ പിന്നെ നിങ്ങൾ ഡോക്യുമെൻ്റ്, അതായത് മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി അവിടെ ഡേറ്റ ഉണ്ട്. ഇനി ഇൻ കേസ് അങ്ങനെ കൊടുത്തിട്ടുള്ള മാർക്കുകൾ, നിങ്ങളുടെ ഡേറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ കൊടുത്തപ്പോൾ മാർക്ക് കാണിച്ചു, ആ മാർക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഉള്ളതിനെ കഴിഞ്ഞും വ്യത്യാസമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ മുമ്പ് നമ്മൾ സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്നാണ്, അതിന് പകരം ചേഞ്ച് എന്ന് കൊടുക്കുക. ആ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ മാർക്ക് കൊടുക്കാനുള്ള ഫെസിലിറ്റി കിട്ടും. അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുത്താൽ മതി. വ്യത്യാസം ഉണ്ടെങ്കിൽ ചേഞ്ച് എന്ന് കൊടുത്തിട്ട് മാർക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് മാർക്ക് ഡേറ്റ കൊടുക്കുക. ഇങ്ങനെ മാർക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഡേറ്റ അവൈലബിൾ, ചില കാറ്റഗറിയിൽ എന്താണ് അല്ലെങ്കിൽ ചില ബോർഡിൽ എന്താണ്, അവരുടെ മാർക്കിൻ്റെ ഡേറ്റ ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളവരും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അവരുടെ ബോർഡ്, പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പറൊക്കെ കൊടുക്കുക. എന്നിട്ട് കാണുന്ന പേജിൽ നിങ്ങളുടെ ഡേറ്റ അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവിടെ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ടും മാർക്ക് സബ്മിറ്റ് അല്ലെങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡേറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ചേഞ്ച് ചെയ്തവരും പുതിയതായിട്ട് മാർക്ക് കൊടുത്തവരും, അതായത് അവിടെ ഡേറ്റ ഇല്ലാത്ത കുട്ടികളും ഡേറ്റ ഉണ്ട് അതിൽ തിരുത്തുള്ള കുട്ടികളും, ഈ 2 കൂട്ടരും എന്ത് ചെയ്യണം? നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ തിരുത്തു വരുത്തിയവരും പുതിയതായി കൊടുത്തവരും ഒക്കെ മാർക്ക് കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് അത് PDF ഫോർമാറ്റിലുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ക്ലിയർ ആയിരിക്കണം, വായിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങൾ സൈറ്റിൽ കയറി മാർക്ക് എൻട്രി ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് കാണിക്കാം അല്ലെങ്കിൽ കാണിക്കാതിരിക്കാം. 2 ഓപ്ഷനുണ്ട്. മാർക്ക് കാണിച്ചിരിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ പ്രശ്നമില്ല, സബ്മിറ്റ് കൊടുക്കുക. അതിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക? ചേഞ്ച് എന്ന് കൊടുക്കുക, പുതിയ മാർക്ക് ആഡ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായി മാർക്ക് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ 3 ഓപ്ഷനേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾ പെട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഈ ചേഞ്ച് ചെയ്തവരും പുതിയതായി കൊടുത്തവരും മാത്രം എന്ത് ചെയ്യുക? ഡോക്യുമെൻ്റ് PDF ഫോർമാറ്റിലാക്കി അപ്ലോഡ് ചെയ്യുക. ക്ലിയർ അല്ലേ?
ഇനി ആ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം, അതായത് മാർക്ക് സബ്മിഷൻ ചെയ്തതിന് ശേഷം, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് സക്സസ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കാണുക. അങ്ങനെ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എടുക്കുക. അത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ ഒക്കെ ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. ഈ വെബ് പേജിൽ കാണിച്ചിരിക്കുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്ന കുട്ടികളും ഡേറ്റ ഇല്ലാതിരുന്ന കുട്ടികളുമൊക്കെ മാർക്ക് രേഖപ്പെടുത്തിയതിന് ശേഷം +2 മാർക്കിലൂടെ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിലൂടെ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് അല്ലെങ്കിൽ ഈ ലിങ്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സബ്മിഷൻ റിപ്പോർട്ട് എടുത്തു വയ്ക്കാം. ഇനി ഇതൊന്നും നിങ്ങൾ കീമിൻ്റെ ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല, സീഡ് ഓഫീസിലേക്ക് നിങ്ങളിത് അയക്കേണ്ടതില്ല, നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മാത്രം മതി. കാരണം ഓൾറെഡി നിങ്ങളത് ഡേറ്റ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്, PDF-ഉം അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ നിങ്ങൾ കൊടുത്ത ഡേറ്റയും ബാക്കിയൊക്കെ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് മാത്രമാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെയുള്ള വെരിഫിക്കേഷൻ ഓൾമോസ്റ്റ് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ പ്രൊസീജിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.